ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് സയൻസിൻ്റെ വീഡിയോസ് എല്ലാം സ്റ്റഡി 5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അതുപോലെ മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസ് വേണമെങ്കിൽ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ഫിൽ ദ മിസ്സിംഗ് ഗ്യാപ്സ്. നമുക്കിവിടെ പ്ലാന്റ്സും അതുപോലെ അതിൻ്റെ കോമൺ നെയിമും എല്ലാം ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മിസ്സിംഗ് ആണ്, അത് ഫിൽ ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് മാംഗോ ട്രീ. മാംഗോ ട്രീ എന്താണ് മക്കളെ? മാംഗോ ട്രീ ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആണ്. അതായത് മറ്റ് പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആണ് മാംഗോ ട്രീ. ബി, വാൻഡ ഒരു എപ്പിഫൈറ്റ് ആണ്. പിന്നെ മൂന്നാമത്തേത് ലൊറാന്തസ്. സി ഒരു സെമി പാരസൈറ്റ് ആണ് ലൊറാന്തസ്. പിന്നെ ഒരു ടോട്ടൽ പാരസൈറ്റിൻ്റെ എക്സാമ്പിളാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഡി നമുക്ക് എക്സാമ്പിളായിട്ട് കസ്ക്യൂട്ട എഴുതാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ ടോട്ടൽ പാരസൈറ്റ്സ്? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? It's an organism that depends on another organism called a host for all of its need including food, water and shelter. ഒരു ഓർഗാനിസമാണ് നമ്മളുടെ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. എങ്ങനത്തെ ഓർഗാനിസമാണ്? മറ്റൊരു ഓർഗാനിസത്തെ ഭക്ഷണത്തിനും വെള്ളത്തിനും അതുപോലെ തന്നെ ഷെൽട്ടറിനും വാസസ്ഥലത്തിനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു ഓർഗാനിസത്തെയാണ് നമ്മൾ എന്താ പറയുക? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുക. ടോട്ടൽ പാരസൈറ്റ്സ് ആർ അണേബിൾ ടു മേക്ക് ഫുഡ് ദംസെൽസ് ആൻഡ് ഇൻസ്റ്റെഡ് ദേ ഫീഡ് ഓൺ ദ ഹോസ്റ്റ് സാപ്പ്. ഈ ടോട്ടൽ പാരസൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് സ്വയം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അവരെവിടെയാണോ താമസിക്കുന്നത് ആ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നുള്ള ഫുഡും വാട്ടറും ഒക്കെയാണ് വലിച്ചെടുക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ സി, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തിക്ക് റൂട്ട്സ് ഓഫ് വാൻഡ? വാൻഡയിലുള്ള തിക്ക് റൂട്ട്സിൻ്റെ സ്പെഷ്യാലിറ്റി, ഫങ്ഷൻ എന്താണ്, ധർമ്മം എന്താണെന്നാണ് ചോദ്യം. എന്താണ് മക്കളെ? ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മോയ്സ്ചർ, ഈർപ്പം വലിച്ചെടുക്കുന്നതാണ് ഈ തിക്ക് റൂട്ടിൻ്റെ ഫങ്ഷൻ. ആക്ടിവിറ്റി 2, അനലൈസ് ദ ഫോളോയിങ് ഡിസീസസ്. നമുക്ക് താഴെ കുറച്ച് ഡിസീസസ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ടൈഫോയിഡ്, കോളറ, COVID-19, നിപ്പ, ലെപ്റ്റോസ്പൈറോസിസ്, ഡെങ്കി ഫീവർ. Question A, classify these diseases into the diseases which spread by vectors and which do not spread by vectors. ഈ ഡിസീസസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? വെക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത്, അതുപോലെ നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് അല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് രണ്ട് തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഈച്ച, കൊതുക്, അതുപോലെ എലി, പിന്നെ ബാറ്റ്, അതൊക്കെ ഇല്ലേ? അതായത് നമ്മളുടെ ഡിസീസ് ക്യാരി ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെ ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്ന വെക്ടേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നതും വെക്ടേഴ്സിലൂടെ അല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നതും, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആദ്യം ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് കോളറ, COVID-19, നിപ്പ, ഡെങ്കി ഫീവർ. ഇനി നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് അല്ലാതെ സ്പ്രെഡ് ആവുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ലെപ്റ്റോസ്പൈറോസിസ്. ഇനി ക്വസ്റ്റ്യൻ ബി, വാട്ട് ആർ ദ വെക്ടേഴ്സ്? ഗിവ് എനി 2 എക്സാമ്പിൾസ്. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് വെക്ടേഴ്സ്? ഗിവ് എനി 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മക്കളെ വെക്ടേഴ്സ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് ഡിസീസ് കൊണ്ടുവരുന്ന മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മാണുക്കളെ വഹിക്കുന്ന വാഹകരാണ് എന്ത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മൊസ്കിറ്റോ, കൊതുക്, ഹൗസ് ഫ്ലൈ, ഈച്ച, ബാറ്റ്, വവ്വാൽ, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി ക്വസ്റ്റ്യൻ 3 നോക്കൂ. റൈറ്റ് എനി ഡിസീസ് വിച്ച് സ്പ്രെഡ് ബൈ വൈറസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ എബവ്. മേലെ തന്നിട്ടുള്ള ഈ രോഗങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് വൈറസ് വഴി സ്പ്രെഡ് ആവുന്ന 2 ഡിസീസസ് എഴുതുക. ഏതൊക്കെയാണ്? COVID-19, നിപ്പ. ആക്ടിവിറ്റി 3, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സൊല്യൂഷനും സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ സൊല്യൂഷൻ സോഡയാണ്. സോഡയിലെ സൊല്യൂട്ടും സോൾവെൻറ്റും എന്താണെന്ന് എഴുതണം. അതുപോലെ സെക്കൻഡ് സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷനാണ്. അതിലെ സൊല്യൂട്ടും സോൾവെൻറ്റും എന്താണെന്ന് എഴുതണം. സോഡയിലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. പിന്നെ സാൾട്ട് സൊല്യൂഷനിലെ സൊല്യൂട്ട്, അതായത് സി എന്ന് പറയുന്ന സോൾട്ടാണ്. ഡി സോൾവെൻറ്റ് വാട്ടറാണ്. ഇനി ക്വസ്റ്റ്യൻ ബി, ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്? സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്, എങ്ങനെ പറയാം? എ സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ് ടു മേക്ക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്? സൊല്യൂട്ട്.
ഇനി സോൾവെൻറ്റ് എന്താണ്? എ സോൾവെൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഈ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഈ സബ്സ്റ്റൻസ് ആണ് എന്ത്? സോൾവെൻറ്റ്. അതായത് ഏതിലാണോ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത് ആ സബ്സ്റ്റൻസ് ആണ് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ സി, വൈ ഈസ് വാട്ടർ കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്? വാട്ടറിനെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നത്? Because water has the ability to dissolve many substances, hence water is called the universal solvent. വാട്ടറിന് ഒരുപാട് സബ്സ്റ്റൻസസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതായത് വെള്ളത്തിൽ ഒരുപാട് പദാർത്ഥങ്ങൾ നമുക്ക് ലയിപ്പിക്കാനായിട്ട് പറ്റും, ഒരുപാട് സബ്സ്റ്റൻസ് ലയിപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. ആക്ടിവിറ്റി 4 നോക്കിക്കുക, നമുക്കിവിടെ ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഫുഡ് വെബ് ഗിവൺ അബവ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ ടൈഗർ ഡിസപ്പിയർ ഫ്രം ദ ഹാബിറ്റാറ്റ്? ഈ ഹാബിറ്റാറ്റിൽ നിന്ന്, ഈ ഫുഡ് വെബ് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ടൈഗേഴ്സ് ഇല്ലാതായാൽ ഈ ഫുഡ് വെബിന് എന്താണ് സംഭവിക്കുക? ദ ഡിസപ്പിയറൻസ് ഓഫ് ടൈഗർ ക്യാൻ ലീഡ് ടു ദ ഓവർ പോപ്പുലേഷൻ ഓഫ് ദ ആനിമൽസ് സച്ച് ആസ് ഡീർ, ഫോക്സ്, റാബിറ്റ് എക്സെട്ര. ടൈഗർ ഇല്ലാതായാൽ ടൈഗർ ഭക്ഷണമാക്കുന്ന നമ്മുടെ മാന്, മുയൽ, അതുപോലെ ഫോക്സ്, കുറുക്കൻ, ഇതൊക്കെ എന്താവും? ഓവർ പോപ്പുലേറ്റഡ് ആവും. അതായത് ഇതെല്ലാം ഇവരുടെ എണ്ണം അധികമായിട്ട് വർദ്ധിക്കും. കാരണം ഇവയൊന്നും തിന്നാൻ ടൈഗർ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണം അധികമായിട്ട് നമ്മുടെ ഹാബിറ്റാറ്റിൽ വർദ്ധിക്കും. ഇനി ക്വസ്റ്റ്യൻ ബി, ഹൗ ഡു ഇൻവേസീവ് ഓർഗാനിസംസ് എഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹാബിറ്റാറ്റ്? എന്താണ് മക്കളെ ആൻസർ? ഇൻവേസീവ് ഓർഗാനിസംസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? നമ്മുടെ നാട്ടിലല്ലാത്ത ഇവിടേക്ക് വന്നിട്ടുള്ള പുതിയ ഓർഗാനിസംസ്. ആ ഓർഗാനിസംസ് അധികമായി വർദ്ധിച്ചാൽ എന്തുണ്ടാവും? റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി, ആൾട്ടറിങ് ഹാബിറ്റാറ്റ്, അതായത് നമ്മളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയും. കോമ്പീറ്റിംഗ് വിത്ത് നേറ്റീവ് ഓർഗാനിസംസ് ഫോർ ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മുടെ ഇവിടെയുള്ള നേറ്റീവ് ഓർഗാനിസംസുമായിട്ട് കോമ്പറ്റീഷൻ നടക്കും. നമ്മുടെ അവയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് നമ്മുടെ നാട്ടിലുള്ളൂ. അതിൽ തന്നെ എന്തുണ്ടാവും? ഒരു കോമ്പറ്റിംഗ് ഫീൽഡായിട്ട് അതുണ്ടാവും അല്ലേ. അപ്പോൾ നേറ്റീവ് ഓർഗാനിസംസിന് എന്താണ്? വലിയൊരു വിപത്താണ് ഇൻവാസീവ് ഓർഗാനിസംസിൻ്റെ ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആക്ടിവിറ്റി 5, കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഗ്യാപ്സ്. ഇവിടെ താഴെ നമുക്ക് കുറച്ച് മിസ്സായിട്ടുള്ള പോർഷൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അവർ ബോഡി ഹാസ് നാച്ചുറൽ എബിലിറ്റി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ പാത്തോജൻസ്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന പാത്തോജൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറലായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ് ത്രൂ വാക്സിനേഷൻ. നമ്മുടെ ശരീരത്തിലുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലാതെ വാക്സിനേഷൻ വഴി നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിന് എന്താ പറയുക? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. ഞാൻ ബി എഴുതിയിട്ടുണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ പറയുക. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കൂ. നെയിം എനി 2 മാൻഡേറ്ററി വാക്സിൻ ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16. 16ാമത്തെ വയസ്സിലെടുക്കുന്ന ഏതെങ്കിലും 2 വാക്സിൻ്റെ പേരെഴുതുക. ഇൻഫ്ലുവൻസയും മെനേസി WYയും അതിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ സി, നെയിം എനി 2 ഡിസീസസ് വിച്ച് ഇറാഡിക്കേറ്റഡ് ത്രൂ വാക്സിൻസ്. വാക്സിൻസ് വഴി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയ ഏതെങ്കിലും 2 ഡിസീസസിൻ്റെ പേരെഴുതുക. അതിന് എക്സാമ്പിളാണ് ഡിഫ്തീരിയ, ടെറ്റനസ്. ആക്ടിവിറ്റി 6, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. താഴെ നമുക്ക് തന്നിട്ടുള്ള പാത്തോജൻസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് പാത്തോജൻസാണ് മക്കളെ ഉള്ളത്? ബാക്ടീരിയ, വൈറസ്, ഫംജൈ. ഇനി ക്വസ്റ്റ്യൻ ബി, റൈറ്റ് എനി 2 നോൺ കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസസ്. പകരാത്ത 2 ഡിസീസസിൻ്റെ പേരെഴുതുക. അങ്ങനെ പകരാത്ത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിളാണ് ക്യാൻസർ, അതുപോലെ ഡയബറ്റീസ്. ക്വസ്റ്റ്യൻ സി, വാട്ട് ഈസ് പാൻഡമിക്? ഗിവ് 1 എക്സാമ്പിൾ. പാൻഡമിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന് 2 എക്സാമ്പിൾ എഴുതുക. It is an epidemic that has spread over several countries or continents, usually affect a large number of people. അതായത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് അതുപോലെ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്ന ഒരു ചെറിയ പോപ്പുലേഷനിൽ മാത്രമല്ല, ഇങ്ങനെ ഇത്തരത്തിൽ കൺട്രീസിലേക്കും കോണ്ടിനെൻസിലേക്കും ഒക്കെ സ്പ്രെഡ് ആവുന്ന ഡിസീസസിനെയാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് COVID-19. ആക്ടിവിറ്റി 7 നോക്കിക്കേ, നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം വാട്ടറിനെ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താവുന്നു? കൂൾ ചെയ്യുന്ന സമയത്ത് ഐസാവുന്നു. അതുപോലെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് എന്താവുന്നു? ചൂടാക്കുന്ന സമയത്ത് അത് വേപ്പർ ആവുന്നു. അതാണ് അവിടെ ബി വരിക, വേപ്പർ ആവുന്നു. ഇനി വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഐസ് ഏത് സ്റ്റേറ്റിലാണുള്ളത്? അത് സി ആണ്. ഏത് സ്റ്റേറ്റാണ്? സോളിഡ് സ്റ്റേറ്റാണ് അല്ലേ. വേപ്പർ ഏത് സ്റ്റേറ്റാണ്? ഡി, ഗ്യാഷ്യസ് സ്റ്റേറ്റാണ്. ഇനി ക്വസ്റ്റ്യൻ ബി, സീ വാട്ടർ കാനോട്ട് ബി യൂസ്ഡ് ഫോർ ഡെയിലി യൂസ് ഡയറക്ട്ലി. വൈ? കടലിലെ വെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഡെയിലി യൂസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് സോൾട്ട്. കാരണം അതിൽ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ക്വസ്റ്റ്യൻ സി, വാട്ട് ആർ ദ വേരിയസ് യൂസസ് ഓഫ് ഐസ്? ഐസിൻ്റെ ചില പ്രധാനപ്പെട്ട യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്, ഭക്ഷണങ്ങൾ കേടുവരാതിരിക്കാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ ടു പ്രിസർവ് മെഡിസിൻസ്, മരുന്നുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ആർട്ട് പർപ്പസ്, അതായത് ഐസ് കൊണ്ട് നമ്മൾ ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ആക്ടിവിറ്റി 8, ക്വസ്റ്റ്യൻ എ, നെയിം ദ ഗ്യാസസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ഫോട്ടോസിന്തസിസിൻ്റെയും അതുപോലെ റെസ്പിറേഷൻ, ശ്വസനത്തിൻ്റെയും സമയത്ത് നമ്മളുടെ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡാണ് അല്ലേ? പിന്നെ അതുപോലെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, നെയിം ദ മൈക്രോസ്കോപ്പിക് പോസ് ഇൻ ദ ലീവ്സ് ത്രൂ വിച്ച് ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. പ്ലാന്റ്സിൻ്റെ ലീവ്സിലുള്ള ചെറിയ ചെറിയ പോസ്, സുഷിരങ്ങളുടെ പേരെന്താണ്? അതിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അവിടെയുള്ള സുഷിരങ്ങളുടെ പേരെന്താണ്? സ്റ്റൊമാറ്റ എന്നാണ് കേട്ടോ. ഇനി സി, ഫിൽ ഇൻ ദ മിസ്സിംഗ് ഗ്യാപ്സ്. താഴെ തന്നിട്ടുള്ളത് മിസ്സിംഗ് ആയിട്ടുള്ളത് പൂരിപ്പിച്ചു കൊടുക്കുക. എ ഓക്സിജൻ ആണ്, ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ നമ്മൾ വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മറ്റു ചോദ്യങ്ങളുടെ ചോദ്യപേപ്പറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ള 3 ചാപ്റ്റേഴ്സും നല്ലതുപോലെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.